ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും AJ വ്ളോഗ്സ് ആൻഡ് കുക്കറിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ചൂട് കാലത്ത് ഒരു ലേശം തണുപ്പ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് വരാം. അതിൻ്റെ പേര് ഞാൻ പറയുന്നത് അതിന് സ്വീറ്റ് ടാങ്കി പഞ്ച് എന്നാണ്. സ്വീറ്റാണ്, ആ ഒരു ടാങ്കിനെസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ആ ഒരു പുളിയും ആ ഒരു മധുരവും എല്ലാം കൂടി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ബെല്ലൈക്കനേലും കൂടി ഞെക്കി ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും ആക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, പിന്നെന്താ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. തരുന്ന നല്ല കമൻസിനും നല്ല അഭിപ്രായങ്ങൾക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ കത്തിയടിയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് ടാങ്കി പഞ്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് കൂടി വരാം. എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത്, ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരുവിധം വലുപ്പമുള്ളൊരു പാഷൻ ഫ്രൂട്ടാണ്. പിന്നെ പൊടിച്ച പഞ്ചസാര. ഞാൻ കഴിവതും പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് പഞ്ചസാര ഈ തണുത്ത വെള്ളത്തിലൊക്കെ അരിയാൻ പാടാം, അതുകൊണ്ട്. പിന്നെ ഇത് 1 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു അര നാരങ്ങ വേണം, ചെറുനാരങ്ങ. പിന്നെ ഒരു ലേശം മിൻറ്റ് ലീവ്സ് വേണം. പിന്നെ നല്ല തണുത്ത സോഡ. പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു വലിയ ഗ്ലാസ് എടുക്കുക. ഇതുപോലൊരു വലിയ ഗ്ലാസിൻ്റെ അകത്തോട്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു മീഡിയം സൈസ്, വലിയ സൈസ് മുറിക്കണം. പാഷൻ ഫ്രൂട്ട് മുറിച്ചെടുക്കണം. നല്ല പുളി ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി വെച്ചാൽ മതി. എനിക്കൊത്തിരി വലിയ പുളിയും ഒത്തിരി വലിയ മധുരവും എല്ലാം ഒരു സമം നിൽക്കണം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുനാരങ്ങ ഞാൻ എടുക്കുന്ന അളവ് എത്രയാണെന്ന് നോക്കണേ. ഇതാ, ഇത്രയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. റെഡി ആയി കഴിഞ്ഞു. സ്വീറ്റാണ്, നല്ലൊരു ടാങ്കിനെസ് ഉണ്ട്, ആ ഒരു പഞ്ചാണ്, ആ ഒരു മധുരവും ആ ഒരു പുളിയും എല്ലാം കൂടി നല്ലൊരു അടിപൊളി ഒരു പഞ്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിതിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മിൻറ്റ് ലീഫില്ലേ, ഒന്ന് കൈ കൊണ്ടിതാ ഇങ്ങനൊന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം
ഒരു സ്പൂണും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.